എന്റെ തന്തയല്ല നിന്റെ ഹായ്. അപ്പം ഇന്ന് നമ്മൾ മറ്റൊരു ചലഞ്ചുമായിട്ട് വന്നിരിക്കുകയാണ്. ഏത് ചലഞ്ച്? വിസ്പർ ചലഞ്ച്. അതെ, നമ്മളെ ഇങ്ങനെ ഈ ഫ്രഷ് ചലഞ്ചാ. ഫ്രഷ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ വെച്ച് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഒന്ന് ചെയ്തു നോക്കണല്ലോ, എന്താണ് ഇവിടെ മനസ്സിലിരിപ്പ് എന്നൊക്കെ മനസ്സിലാക്കാലോ. അതായത് ഞാൻ പറയുമ്പോ നീ എന്താണ്, നിന്റെ ഡെട്ടി മൈൻഡ് ആണോ നല്ല മൈൻഡ് ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാലോ. അല്ലേ ഇല്ലേ? അതിപ്പോ ഇന്റതും മനസ്സിലാക്കാൻ പറ്റും. നാച്ചുറൽ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് സിങ്കിന്റെ ചവിട്ടിൽ വെച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിൽ പ്ലേ ചെയ്യാം. ഇടയ്ക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് ഇതിൽ നോക്കേണ്ടി വരും കേട്ടോ, കാരണം ഞാൻ ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാ ചവിട്ടിൽ അങ്ങോട്ട് കുത്തിച്ചിട്ട് ഇടയ്ക്ക് വെക്ക്. റെഡിയല്ലേ? വാട്ടേക്കിടില്ലേ? അയ്യോ, ഓക്കെ. ചെറിയ സൗണ്ട് പോലെ കേക്കുന്നുണ്ട് കേട്ടാ നീ പറയുന്ന ചെറുതുപോലെ കേക്കുന്നുണ്ട്. ആയിക്കോട്ടെ, പണ്ടാറടക്കാനായിട്ട് ചെവി പൊളിക്കല്ലേ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് പഴംപൊരി കഴിച്ചു. വാപ്പന്റെ പബ് പപ്പടം ഉണ്ടംപൊരി പറ. പപ്പരം പറഞ്ഞു. പട. ഒന്നൂടെ ഞാൻ പറഞ്ഞ അങ്ങോട്ട് നോക്കി പറയാം. അപ്പൊ അവർക്ക് പാപ്പരി പരി. ഇവ കറക്റ്റ് ആയിട്ട് പറയണില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. പപ്പരം പറി. പറക്കൂ, അതേ ഉദ്ദേശിച്ചു. ഞാൻ പറയാൻ ഇത്തിരി സൗണ്ടിൽ പറയാം. ഇല്ലേ, ഇങ്ങളൊക്കെ കേട്ടില്ലേ? അല്ല പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യാം, 1 മിനിറ്റ് ടൈം ചെയ്യാം. അപ്പൊ അതാവുമ്പോ ടൈമർ വെച്ചാൽ ഇത് ശരിയാവുള്ളൂ. അതിന് മനസ്സിലാക്കണം. ഇയല്ലേ പറഞ്ഞ കേക്കുണ്ട് എന്ന് പറഞ്ഞു. ഈ എന്തൊക്കെ പറഞ്ഞത് ഓർമ്മ? ഓക്കെ ഓക്കെ, എന്നാ ഇതാദ്യം തൊട്ട് ആദ്യം ഒരു ടൈമർ വെക്കാം. 1 മിനിറ്റ് വെച്ചാ മതി. അല്ലല്ല, ഇനി ഒരു ഇതിപ്പോ ഏകദേശം ഈ പറഞ്ഞല്ലോ. ഫസ്റ്റത്തെ എന്തായിരുന്നു? പപ്പടം പറിക്കുക. എന്താണ് കേട്ടത്? വേറെ ഒന്നും മനസ്സിലായിട്ടില്ല. ഓക്കെ, എന്തായാലും ഇത് എന്റെ പോയിന്റ് പോയി. 1 മിനിറ്റിന്റെ മുകളിലായല്ലോ. ഇനി അടുത്തായിക്കോട്ടെ. അടുത്ത മുതൽ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്തോ. ഓക്കെ, സെക്കൻഡ് ഓൺ ആക്കട്ടെ. ഓൺ ആക്കിക്കോ. നിന്റെ കയ്യിൽ വെച്ചാ നീ അത് ഓഫ് ആക്കൂല്ല, ഇങ്ങനെ അറിയാത്ത. ഓക്കെ, ഞാൻ പറയാം. ഇനി ഞാൻ കേട്ടോ പറഞ്ഞ. ഇതിപ്പോ തന്നെ മണത്ത് കണ്ടുപിടിക്കും നീ. അത് ചോറ് തിന്ന ഊളന്മാരെന്താ? ഊള പറന്നു. എന്ത്? ചോറ് തിന്ന് ഊള പറന്നു. അതിൽ ഒരു വേർഡ് പോലും കറക്റ്റ് ഇല്ല. തെങ്ങോല. എന്താണ്? മുഴുവൻ മൂല മറ്റോ എന്താ? മൂലം മടുത്തു. മൂലോ തെങ്ങോല പറന്നു. തെങ്ങോല പറന്നു. അത് കറക്റ്റായി. ഇങ്ങനെ തെങ്ങോല. ഇതെന്തായിരുന്നു? അപ്പൊ 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇതെന്തായിരുന്നു? ത്രികോണ മധ്യ മൂലബിന്ദു എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റേ സാധനല്ലേ? ഇവൻ 24/7 എന്തായാലും പാടിക്കൊണ്ടിരിക്കുന്നതാണ് ത്രികോണ മധ്യ. അതെ, പക്ഷെ എന്തായാലും എനിക്കൊരു പോയിന്റ്. എന്തിന്? തെങ്ങോല പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ. ഇതിൽ എന്താണ് കറക്റ്റ് ഉള്ളത്? അപ്പൊ ഈ ലാസ്റ്റ് ഞാൻ വെറുതെ പറഞ്ഞതാ. 1 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പൊ 0-0. ഓക്കെ, 0-0. കുറച്ച് എളുപ്പമുള്ളത് തരണേ. ഇതൊരുമാതിരി മറ്റേ പരിപാടിയാണ്. എന്നാ പിടിച്ചേ. എനിക്കൊരു കിടില സാധനം കിട്ടിട്ടോ. ഫോണ് കിട്ടണ്ട. ഇതിപ്പോഴേ പോയിട്ടോ. ടൈമാ പോണത്. ഓക്കെ, കിടില സാധനം കിട്ടിട്ടോ. ഓക്കെ റെഡി, തുടങ്ങി. പാമ്പ് ഊണ് കഴിക്കൂല. മനസ്സിലായില്ലേ? ഊമ്പൻ പാമ്പ് ഊണ് കഴിക്കൂല. ഉറുമ്പൻ പാമ്പ് ഊണിൽ ഇഴയില്ല. ഊമ്പൻ പാമ്പ് ഊണ് കഴിക്കില്ല. ഉറുമ്പൻ പാമ്പ് ഊണ് കഴിച്ചില്ല. ഊമൻ ഉമ്മൻ ഉമ്മൻ ഉറുമ്പൻ ഊമ്പൽ
ഊമ്പൻ ആ ഊമ്പൻ ഊമ്പൽ ഉമ്പല്ലല്ലോ ഉമ്പൻ ഊമ്പി അതാ ടൈം കഴിഞ്ഞ് അല്ല എന്നാലും ഈ പറഞ്ഞു അല്ലേ ഊമ്പൻ പാമ്പ് ഊണ് കഴിക്കില്ല എന്നുള്ള ഈ പറഞ്ഞു ഉറുമ്പൻ പാമ്പ്. അല്ല എന്തായാലും ഒരു പോയിന്റ് ഞാൻ ഇന്നേ വരെ കേക്ക് പോലും ചെയ്തിട്ടില്ല. ഊമ്പൻ പാമ്പ് ഊണ് കഴിക്കില്ല. ആ ഓക്കേ. ചാറ്റ് ജിപിടി പറഞ്ഞതാട്ടെ, ഞങ്ങൾ ഉണ്ടാക്കിയല്ലേ. ഐ ആം നോട്ട് എ ഡർട്ടി മൈൻഡ്. ഓക്കേ അല്ലേ? ഓക്കേ. ഇനി ഞാൻ വെക്കി ഒരുപാട് ഏകദേശം അടുത്തെത്തി. അതെങ്ങനെ കേട്ടാ ഇവിടെ വേറെ കാണിക്കുന്ന ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണിക്കൂ. നിന്നെ മിസ്ലീഡ് എനിക്ക് മിസ്ലീഡ് ചെയ്യാൻ വന്നില്ല. അത് നിന്റെ കഴിവ് കേട്. ഇതെന്റെ കഴിവ്. ഓക്കെ നോക്കിക്കോ എന്നെ. ആ സ്റ്റോപ്പ് വാച്ച് ഇങ്ങോട്ട് നോക്ക്. മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? എന്താണ് മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? എന്താണ് മിസ്ലീഡ് ചെയ്യല്ലേ? കറക്റ്റുള്ള കാര്യം പറയും. ഞാൻ നല്ല ലിപ്പ് തന്നിട്ടുണ്ട്. ഞാൻ നല്ലോണം തരുന്നുണ്ട് ലിപ്പ്. ഞാൻ നല്ല ലിപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മേക്കപ്പ് ഇട്ടിട്ട് മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? മേക്കപ്പ് കുടിക്കാൻ പറ്റുമെന്നാ? അല്ല 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 മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? മേക്കപ്പ് കുഴിയിലാണോ കൂടുതലാണോ ചേട്ടാ? അങ്ങനെ എനിക്കൊരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ കുറച്ച് സൗണ്ടിൽ പറഞ്ഞതുകൊണ്ടാണ് കിട്ടിയത്. ഞാൻ അടുത്തത് സൗണ്ടിലാ. ഞാനോ ഇന്ത്യ ഫുള്ള് ഞാൻ സൗണ്ടിലല്ലേ പറഞ്ഞ്. സൈബ സാക്ഷി അവിടെ ഞാൻ സൗണ്ടിൽ തന്നെ പറഞ്ഞു. എന്നാ പിടിച്ചോ. അപ്പൊ എത്രയായി? അപ്പം 2 ചോദ്യം ഓളും 2 ചോദ്യം ഞാനും. അതില് 1-1 അല്ലേ? ഇനി മൂന്നാമത്തേതിലേക്ക് നമ്മൾ കടക്കുകയാണ് ഗൈസ്. ഓക്കെ ടൈം. ഒറ്റ ഞാൻ തന്നെ പറഞ്ഞു. ചെമ്പകപ്പൂ ചെമ്പഴപ്പൂ ചുണ്ടി ചുവന്ന ചുണ്ടിൽ. എനിക്കാണെങ്കിൽ ഇത് മിസ്ലീഡ് ചെയ്യാൻ പറ്റൂല. ചുവന്ന ചുണ്ടിൽ അതല്ല ആദ്യം വേണം. ആ പറ പെട്ടെന്ന് പറ. ഒന്ന് കാണിക്കുന്ന പറ. അതന്നെ പറ. കഴുത്തുളിക്ക് ചെറുകുള്ള ചിറകുള്ള ചുവന്ന ചുണ്ട് ചെമ്പകപ്പൂ. ഈ നല്ല കേക്കുണ്ടല്ലോ. ഇല്ല കേട്ടിക്കണേ സൗണ്ട് നോക്കിയാ മനസ്സിലാവുന്നുണ്ട്. ചെമ്പകപ്പൂ ചുവന്ന ചുണ്ടിൽ എല്ലാം പറഞ്ഞില്ലേ? ഇത് ഓളെന്തോ കാണുന്നുണ്ട്. എന്ത് കാണുവാന്? നിനക്ക് മിസ്ലീഡ് ചെയ്യാൻ ചെമ്പകപ്പൂ ചെമ്പകപ്പൂ എന്ന് പറഞ്ഞിട്ട്. ഇനി ഞാൻ എന്തെങ്കിലും ആലോചിച്ചിട്ടേക്ക് അഥവാ കിട്ടിയത് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിട്ട്. കള്ളത്തരം പറയാനാണ് എനിക്ക് ഈസിയാ, പക്ഷെ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാ. എന്നാ നോക്കാം. ഓക്കെ അടുത്തതിൽ ഞാൻ പിടിക്കും. പിടിക്കണ്ട. ഓക്കെ സ്റ്റോപ്പ് വാച്ച്. ഉണ്ടോ ഉവരുത്. ഉപ്പ് കളഞ്ഞോ? ഉപ്പില്ല കാണിക്കുന്ന വരെ ഉപ്പില്ല. ഉളുപ്പില്ല. അത് നിനക്കില്ലാത്തത് അത് പറയണ്ട. ഉപ്പിലിട്ടത് അതൊക്കെ സ്റ്റാർട്ടിങ്ങിലുള്ള വരി. ഉപ്പിലിട്ട് ഉപ്പ് വലുത്. ഉപ്പിലിട്ടത് ഒരുപാട്. ഉപ്പിലിട്ടത് തിന്നരുത്. ഇതില് കൂടുതൽ എങ്ങനെ കാണിക്കാം? ഉപ്പിലിട്ടത് ഇല്ല. ഉപ്പിലിട്ടതില്ല. ഉപ്പിലിട്ടത് വേണ്ട. ഉപ്പിലിട്ടത് വേണ്ട. ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. ഓ പഴഞ്ചൊല്ലായിരുന്നു. ഓ അങ്ങനെ ഞാൻ വിചാരിച്ചു നീ ആയിട്ട് ഉണ്ടാക്കിയാന്ന്. ഇത് പഴഞ്ചൊല്ലല്ലേ? അതെങ്കിലും നീ ആലോചിച്ചൂടായിരുന്നോ? അതുപോലെ ആലോചിച്ചിട്ട്. ഓക്കെ ഇപ്പൊ എത്ര പോയിന്റ് ആയി? ഇപ്പൊ ടോട്ടൽ അപ്പൊ എത്ര പോയിന്റ്സാ? യെസ് 1-2. ഇനിയിപ്പോ ഓക്കെ നെക്സ്റ്റ്. നന്നായി നക്കിയില്ല. ഇതെനിക്ക് ചാച്ചിപ്പിച്ച് തന്നാട്ടോ. എന്തെനിക്ക് ചാച്ചിപ്പിട്ടി തന്നതാട്ടോ. നീ ആദ്യം പഠിക്കാണോ? സ്റ്റോപ്പ് വാച്ച് വെച്ചാ? സ്റ്റോപ്പ് വാച്ച് വെച്ചാ? നായി. നായിന്റെ നാവ്. നന്ദി. ഞാനൊരു നന്ദി കിട്ടൂല. അല്ലല്ല. ചെന്നായി. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. എല്ലാത്തിനെ പറ്റിയാണല്ലോ. അതിവിടെ പറയാൻ പാടില്ലല്ലേ? പറ. ചെവിയിൽ കേക്കുണ്ട് ട്ടാ. പാട്ട് പോയി. അതാണ് ഞാൻ നോക്കുന്നത്.
ആ വന്ന് 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 പാട്ട് എല്ലാം വന്ന് വന്ന് പാട്ട് വന്നു. കീമടിക്കണ്ടേ നല്ലല്ലേ പാട്ട്? ആ അത് മതിയായിരുന്നു. അതാണ് നല്ല വോയിസ് ഉള്ള പാട്ട്. ടൈം കഴിഞ്ഞു. ആ അതിപ്പോ എന്റെ പ്രശ്നമാണോ? ഒന്നുകൂടി വെക്കാം. ആ എന്റെ തന്തയല്ല നിന്റെ ഇവൻ നല്ല തെറിയൊക്കെയാണ് എന്റെ വായിൽ. നായിന്റെ നാക്ക് നന്നല്ല. നക്കില്ല. അത് ഈ കേട്ടതാ? ഇല്ല നക്കില്ല. നായിന്റെ നാവ് നക്കില്ല. അല്ലല്ല ആ പോയി. നായിന്റെ നാക്ക് നന്നായി നക്കിയില്ല. കേട്ടിട്ട് കൂടിയില്ല. പിന്നെ ഇവൾക്ക് എന്തോ ഉടായ്പുണ്ട്. ഈ കറക്റ്റ് കേട്ടു. പറഞ്ഞല്ലോ എനിക്കാണ് ഇവള് പറയുന്നത്. ഇവളെ ടങ് കറക്റ്റ് ഇതാവണത് എനിക്ക് മനസ്സിലാവണമെന്നില്ല. അതോ ഇന്റെ കറക്റ്റ് അല്ലേ? സൈബ പറ, ഇന്റെ ആണോ ഓളതാണ്? ടഫ് ആയിരിക്കുള്ളൂ. അത് ഓള് ചെയ്യണ മാതിരി ഞാൻ ചെയ്യണ മാതിരിയോ? ഞാൻ ചെയ്യണ മാതിരി. ആ അപ്പൊ നീയാണ് ഫേക്ക് എന്ന് പറഞ്ഞു. മനസ്സിലായ? ഓക്കെ കളിക്ക്. എന്താ ഒന്നുകൂടെ? അല്ല അടിച്ച് ഇങ്ങനെ പറയല. ഒന്നും മനസ്സിലാവണില്ല. ഒന്നുകൂടി ഒന്നുകൂടി പറയ്. ചിലതൊക്കെ പറഞ്ഞാലേ കേക്കുള്ളൂ. എന്ത് പറയുന്നുണ്ട്? ഇനി കേക്കുന്നില്ലേ? തല നന്നായി. എന്റെ അമ്മായ തല എന്താണിത്? നീ എവിടേക്കാണോ നോക്കുന്നത്? അല്ലേ? നീ എവിടേക്കാണോ നോക്കുന്നത്? തെണ്ടി. നീ എന്താണ് നിന്റെ അമ്മായിന്റെ സെൻസർ ബോർഡ് സാധനം പറയുന്ന ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ജോസഫ് അത് കേട്ടു. നന്നായി കേട്ടു. ജോസഫ് ആണ് അല്ലെ? ജോസഫ് അല്ലേ? ഒന്നുകൂടി എന്റെ അമ്മായിന്റെ ഇതുമല്ല ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് കെ ജോസഫ്. പോലില്ല. 2 മിനിറ്റ് ഒക്കെ എടുത്തുണ്ടാവും നീ പറയുന്ന. ഇല്ല 2 ഡ്രോ പിടിച്ച് നിൽക്കാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അവൾക്കും ഷൂട്ട് ചെയ്യാം, എനിക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ ലാസ്റ്റ് വൺ. സൗണ്ട് ഒക്കെ കുറവാണല്ലോ. ഓക്കെ റെഡി? പാട്ട് മ്യൂസിക് നല്ല ഇതല്ലേ? നല്ല ചെവിയിൽ കേറ്റില്ലേ? ആ എന്ന് പറയണ്ടല്ലോ. പൂവമ്പഴം. അയ്യോ അതല്ല. മൂവാലി. ഇവിടെ പറ അതിന്റെ ഇടയില്. മൂവാണ്ടൻ. പൂവമ്പഴം. പൂവാലൻ. റെഡി? നെക്സ്റ്റ്. എന്നെ കൊണ്ട് പറ്റൂല. അല്ല എന്നെ കൊണ്ട് പറ്റൂല. ഇത് കരച്ചിലല്ലേ? കരച്ചിലെങ്ങനെ? ഞാൻ പറഞ്ഞ എന്നെ കൊണ്ട് പറ്റൂലെന്നല്ലേ? ഒന്നുകൂടി പറയും. എനിക്ക് എന്നെ കൊണ്ട് പറ്റൂല. ഇതിപ്പോ എന്താണിത്? പറയല മറ്റേ വേണ്ട, ആക്ഷൻ അല്ലാണ്ട്. എന്നെ കൊണ്ട് പറ്റൂല. അല്ല എന്റേതല്ല. എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്ക് എന്തോ അറിഞ്ഞൂടല്ലോ. ഇന്നല്ലല്ലോ.
എനിക്കറിയൂല. ടൈം കഴിഞ്ഞു. എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. ഒലക്കന്റെ മൂഡ് അതിനായി കരഞ്ഞു കരഞ്ഞു പറഞ്ഞു. ഇവിടെ അത് കരഞ്ഞു കരഞ്ഞു പറയേണ്ട ആവശ്യം എന്താ? അത് എന്റെ ടാക്ടിക്, മനസ്സിലായോടാ? ഇവിടെ ആ സാധനം യൂസ് ചെയ്തതിനെ കൊണ്ട് മാത്രം ഇവിടെ ജയിച്ചോ ട്ടാ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജയിച്ചേനെ. അത് എന്റെ ബുദ്ധി അല്ലേ സൈബ? പക്ഷെ നല്ലപോലെ കളിച്ചത് ഞാനാ, നല്ലപോലെ കളിച്ചത് ഞാൻ. കറക്റ്റ് ആയിട്ട് ഇനി ലിപ്പ് കൊടുത്തതിനെ കൊണ്ട് അവൾക്ക് കാര്യം റീഡ് ചെയ്യാൻ പറ്റി. അല്ലാത്തതിനോട് ആണ് അത് പിന്നെ ആങ്ങളായോണ്ട് അങ്ങനല്ലേ അതെ 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 ഫണ്ണായിട്ട് കളിച്ചു. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ അതെ 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 പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടെ, ആ രണ്ടാമത് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് പാട്ട് ഓഫ് ആയപ്പോഴായിരുന്നു ഞാൻ കേട്ടത്. അപ്പം എന്തായാലും എനിക്ക് ഒന്നേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് പറയണത് ശ്രദ്ധ ഇല്ലാഞ്ഞിട്ടാണ്, എന്താ അറിയില്ല, പറഞ്ഞത് വായയിൽ കറക്റ്റ് കിട്ടുന്നില്ല. പക്ഷെ ഞാൻ വളരെ വ്യക്തമായി വായി ചലിപ്പിച്ചോണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മള് ചിന്തിക്കൂലല്ലോ അത്, അതിന് റിലേറ്റഡ് ആവുന്ന അറിയില്ലല്ലോ. പക്ഷെ എന്റെ വായ കറക്റ്റ് അല്ലേതോ, ഒരു മാത്രമേ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുള്ളൂ, അതേ സംഭവിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത്, ആരാണ് നന്നായിട്ട് കളിച്ചതെന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അല്ലെ, കമന്റ് ചെയ്തേക്കാം നിങ്ങൾ അഭിപ്രായങ്ങൾ. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം, അടുത്തൊരു ഫൺ എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് റോഷൻസ് വ്ലോഗ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ID, സിംഗി മറിയ ഉണ്ട് ഇൻസ്റ്റാഗ്രാം ID, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം നമ്മളോട്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.